ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ പറയട്ടെ. ഇത് സാധാരണ കേൾക്കാറുള്ളതാണ്. ഒന്ന് ഇൻ്റലിജൻറ്റ്, മറ്റൊന്ന് ബ്രില്യൻറ്റ്. നമ്മൾ സാധാരണ കുട്ടികളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, അവൻ ഇൻ്റലിജൻറ്റ് ബോയ് ആണ്, വേറൊരാൾ ബ്രില്യൻറ്റ് ബോയ് ആണ്. ഈ ഇൻ്റലിജൻറ്റും ബ്രില്യൻറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. വളരെ ബുദ്ധിയുള്ള എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുക. അതിൻ്റെ കൃത്യമായ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇൻ്റലിജൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിയാനും അതിനെ പ്രാവർത്തികമാക്കാനും പെട്ടെന്ന് തിരിച്ചറിയാനും റെസ്പോണ്ട് ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ളവരെയാണ് ഇൻ്റലിജൻറ്റ് എന്ന ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ഇവർക്ക് എല്ലാ ഭാഷകൾ പഠിക്കാനും എല്ലാ സയൻസ് പഠിക്കാനും മാത്സ് പഠിക്കാനും എല്ലാ കാര്യങ്ങളും പൊതുവിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അതുമാത്രവുമല്ല, ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ വളരെ പെട്ടെന്ന് അത് നടപ്പാക്കാനും അതിലൂടെ ആക്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. അങ്ങനെ പൊതുവായി സ്മാർട്ടായിട്ടുള്ള ആളുകളെയാണ് ഇൻ്റലിജൻറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. എന്നാൽ ഈ ബ്രില്യൻറ്റ് എന്ന വേറൊരു വാക്കിന് ഒരല്പം കൂടി ഫോക്കസ്ഡ് ആണ് അർത്ഥം. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ ആഴത്തിൽ അറിവുള്ളവരായിരിക്കും. അവരുടെ ഫോക്കസ് ഒരു അറിയുന്ന കാര്യത്തിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ജനറലായിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വലിയ താല്പര്യമോ വലിയ അറിവോ ഉണ്ടാവണം എന്നില്ല. അറിയില്ല എന്നല്ല, പൊതുവിൽ അങ്ങനെയാണ്. വലിയ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല, ജനറലായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യം അറിയാം, അതിൽ വളരെ ആഴത്തിൽ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ടുള്ള പൊതുവെ എല്ലാ കാര്യങ്ങളും അറിയുന്ന സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ആഴത്തിൽ അറിയുന്ന കാര്യങ്ങളാണ്. അവർക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര താല്പര്യം ഉണ്ടാവാറില്ല. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ബോയെക്കുറിച്ച് ബ്രില്യൻ്റ് എന്ന് പറയാതിരിക്കുകയും ബ്രില്യൻ്റ് ആയൊരു ബോയെക്കുറിച്ച് ഇൻ്റലിജൻ്റ് എന്ന് പറയാതിരിക്കുകയും ചെയ്താൽ ഭാഷ നന്നായിരിക്കും. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്. ഈ രണ്ട് വാക്കുകൾ ചിലപ്പോൾ ഒരേ അർത്ഥമെന്ന് തോന്നാം. ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞു പറയുകയാണെങ്കിൽ ഭാഷ കുറേ കൂടി ശുദ്ധമാകും, സംസാരം കൃത്യമാകും. നിങ്ങളുടെ ചങ്ങാതിമാർക്കും ഈ വിവരം പകർന്നു കൊടുക്കുമല്ലോ. സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഉപയോഗപ്രദമായിരിക്കും. അടുത്ത ഇതുപോലെ ഏതാനും വാക്കുകളുമായി ഞാൻ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും